അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു അബസ 33-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ ജാഅതിസ് സ്വാഖ, അപ്പോൾ ആ ഘോര ശബ്ദം വന്നു ഭവിച്ചാൽ. ഫഇദാ ജാഅത്, അപ്പോൾ വന്നു ഭവിച്ചാൽ. അസ്വാഖ, ആ ഘോര ശബ്ദം. ഫൈദാ ജാഅതി സ്വാഖ, ആ അതിഘോര ശബ്ദം വന്നു ഭവിച്ചാൽ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അന്ത്യനാളിനെ കുറിച്ചാണ് പരാമർശം. കേൾവിയെ മൊത്തം തകർത്ത് കളയുന്ന വളരെ ശക്തമായ ശബ്ദത്തെയാണ് സ്വാഖ എന്ന് പറയുക. ഇവിടെ അന്ത്യനാളിനെ കുറിച്ച് അള്ളാഹു സ്വാഖ എന്ന് ഉപയോഗിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലെ വിവിധ ഇടങ്ങളിൽ വിവിധ പേരുകളിൽ അള്ളാഹു അന്ത്യനാളിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു നാസിയാത്തിൽ താമത്ത് കുബ്ര എന്ന് വിശേഷിപ്പിച്ചതിനെക്കുറിച്ച് നാം നേരത്തെ കേൾക്കുകയുണ്ടായി. ഹൽ അത്താക ഹദീസുൽ ഗാഷിയ എന്ന സൂക്തത്തിൽ ഗാഷിയ എന്ന പദത്തിലൂടെ അള്ളാഹു അന്ത്യനാളിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കദ്ദബത്ത് ആദും വ സമൂദ് ബിൽ ഖാരിഅ, ആദും സമൂദും ഖാരിഅയെ കളവാക്കി എന്ന പദത്തിലൂടെ അന്ത്യനാളിനെ ഖാരിഅ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വമാ അദ്റാക മൽ ഹാഖ എന്ന സൂക്തത്തിലൂടെ ഹാഖ എന്ന് ഖുർആൻ അന്ത്യനാളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വൽ യൗമിൽ മൗഊദ് എന്ന സൂക്തത്തിലും വനുഫിഖ ഫിസ്സൂരി ദാലിക യൗമുൽ വഈദ് എന്ന സൂക്തത്തിലും യൗമുൽ മൗഊദ് യൗമുൽ വഈദ് എന്ന് ഖുർആൻ അന്ത്യനാളിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നു. വ അൻദിർഹും യൗമൽ ഹസ്രത്തി എന്ന ആയത്തിൽ യൗമുൽ ഹസ്രത്ത് എന്നും വയാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും യൗമത്തനാദ് എന്ന സൂക്തത്തിൽ യൗമത്തനാദ് എന്നും വിശുദ്ധ ഖുർആൻ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലിയുൻദിറ യൗമത്തലാഖ് എന്ന ആയത്തിൽ യൗമത്തലാഖ് എന്നാണ് അന്ത്യനാളിനെ ഉപയോഗിച്ചതെങ്കിൽ ദാലിക യൗമുത്തഗാബുൻ എന്ന ആയത്തിൽ യൗമുത്തഗാബുൻ എന്നാണ് അന്ത്യനാളിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. സൂറത്തു ഖാഫിൽ ഉദ്ഖുലുഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ് എന്ന പ്രയോഗത്തിലൂടെ യൗമുൽ ഖുലൂദ് എന്നും അന്ത്യനാളിനെ കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ വിവിധയിടങ്ങളിൽ വിവിധ പേരുകളിൽ അന്ത്യനാളിനെ പരിചയപ്പെടുത്തിയതിനെ കുറിച്ചാണ് ആയത്ത് സഹിതം ഇവിടെ പരാമർശിച്ചത്. എല്ലാം വ്യക്തമാക്കുന്ന ഒരേ ഒരു കാര്യം, അന്ത്യനാൾ എന്നത് കളിതമാശയല്ല, അത് നിർബന്ധമായും സംഭവിക്കുന്നതാണ്. അത് മുട്ടുന്ന വിപത്താണ്, മാരകമായ വിപത്താണ്, അത് വലിയ സംഭവമാണ്. കർമ്മങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ദിവസമാണ്, നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുന്ന ദിവസമാണ്. അത് ഒരുപാട് നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും ദിവസമാണ്. അത് നിങ്ങൾക്ക് വാഗ്ദത്തം നൽകപ്പെട്ട ദിവസമാണ്. അത് ഭീഷണിയുടെ ദിവസമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഇവിടെ അള്ളാഹു വളരെ ശക്തമായ ശൈലിയിലാണ് ഫൈദാ ജാഅതി സ്വാഖ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നാൾ വന്ന് ഭവിച്ചാൽ എന്താണ് പിന്നീട് സംഭവിക്കുക എന്ന് തൊട്ടടുത്ത സൂക്തങ്ങളിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇത്തരമൊരു നാൾ ഉറപ്പായും ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് ഗൗരവപ്പെട്ട ഭീതിപ്പെടുത്തുന്ന ശൈലിയിൽ അള്ളാഹു പറയുകയാണ് ഈ 33-ാമത്തെ സൂക്തത്തിലൂടെ. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 3 അക്ഷരങ്ങൾ പ്രത്യേകം ജാഗ്രതയോടെ ഉച്ചരിക്കുക. ഖ ഖ ذال ذال صاد صاد ജാഅത്, ഒരൊറ്റ വാക്കിൽ മദ്ദിൻ്റെ അഥവാ നീട്ടാനുള്ള അലിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു. നിർബന്ധമായും 4 അനക്കം നീട്ടുക. മദ് വാജിബ് മുത്തസിൽ. സ്വാഖ, സ്വാദ് കഴിഞ്ഞ ഉടനെ അലിഫ് വന്നിരിക്കുന്നു സ്വാ എന്നിടത്ത്. അങ്ങനെ വന്ന മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ സുക്കൂൻ നിർബന്ധമായി വരുന്നതിനാൽ ഉണ്ടാകുന്ന മദ്ദാണ് ഇവിടെ. സ്വാഹ എന്നതിനെ സ്വാഹ എന്നാക്കി പറയുകയാണ്. ഈ മദ്ദിന് മദ് ലാസിം എന്നാണ് പറയുക. ഇതിനെ 6 അനക്കം ദീർഘിപ്പിക്കൽ നീട്ടൽ നിർബന്ധമാണ്. فإذا جاءت الصاخة فإذا جاءت الصاخة അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ ഘോര ശബ്ദം വന്ന് ഭവിക്കുന്ന നാളിൽ നമ്മയെല്ലാം അന്തിമ വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.